ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഏത്തപ്പഴം വെച്ചിട്ട് ഏത്തപ്പഴം ദിൽഖുഷ് ഉണ്ടാക്കിയാലോ? ഏത്തപ്പഴം ദിൽഖുഷ് എന്നോ എന്ത് വേണേലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം. അപ്പം ഒരിക്കലെങ്കിലും ഇതെന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ചായക്ക് കടിയായിട്ടൊക്കെ കൂട്ടാം. പിന്നെ ഇനി അവധിയൊക്കെ ആയിട്ട് പിള്ളേർ വീട്ടിലിരിക്കാനല്ലേ പോണേ, ഇടയ്ക്കിടയ്ക്ക് കയറി ഇറങ്ങി അവർക്കും എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ. അപ്പോൾ ബേക്കറിയിൽ നിന്നൊക്കെ പലഹാരങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരാതെ ആ വീട്ടിൽ തന്നെ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഹെൽത്തിയും ആയിരിക്കും, അവർക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ അതാ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. 3 ഏത്തപ്പഴം തൊലിയൊക്കെ കളഞ്ഞ് കൊണ്ടുവന്നിട്ട് കനം കുറച്ച് ഇരുന്ന് അരിഞ്ഞെടുക്കുകയാണ് നീളത്തിൽ. ഞാൻ ഈ അരിഞ്ഞെടുക്കുന്ന ഷേപ്പൊന്നും അത്ര കറക്റ്റാവുന്നൊന്നുമില്ല കേട്ടോ. ഒരു ഇത്തിരി കനം കൂടിയാലും ഇത്തിരി കനം കുറഞ്ഞു പോയാലും അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് മുഴുവൻ അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഒരു പരന്ന പാനിലേക്ക് ഒരിത്തിരി നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യൊന്ന് ചുറ്റിച്ച് എല്ലാ സൈഡിലും ആക്കിയെടുക്കണം. എന്നിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഏത്തപ്പഴം ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിച്ചെടുക്കണം കേട്ടോ. അതായത് ഒരുപാടങ്ങ് മൊരിഞ്ഞു പോകുമൊന്നും വേണ്ട, ചെറുതായിട്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതിയാകും. അപ്പോൾ ഒരു സൈഡൊന്ന് ചൂടായി കഴിയുമ്പം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അടുത്ത സൈഡും കൂടെ ചൂടായി കഴിയുമ്പോൾ അത് വാങ്ങിയെടുക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്കതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മൊത്തം ഏത്തപ്പഴം ഇങ്ങനെ തന്നെ ചൂടാക്കി എടുക്കാം നെയ്ക്കകത്ത്. അപ്പോൾ ഓരോ സെക്ഷനും നമ്മൾ വാങ്ങിയെടുക്കാൻ നേരത്ത് ഈ പാനിനകത്ത് നെയ്യില്ലാന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇട്ട് കൊടുത്ത് ചൂടാക്കിയെടുക്കാം. അങ്ങനെ മൊത്തം ഏത്തപ്പഴവും ഇതുമാതിരി ചൂടാക്കി എടുത്തതിന് ശേഷം ഈ പാനിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ബാക്കി പരിപാടിയും കൂടെ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ഏത്തപ്പഴമൊക്കെ അങ്ങ് മൊരിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ചെറിയ ഒരു എന്താ പറയുക, ഇങ്ങനെ കരിഞ്ഞു പിടിച്ചതുപോലെയൊക്കെ ഈ പാനിലിരിപ്പുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂണും കൂടെ നെയ്യ് ചേർത്തിട്ട് ആ നെയ്യ് ഉരുകി കഴിയുമ്പം ഒരു 250 ml കപ്പിൽ 1/2 കപ്പ് തേങ്ങ ചിരകിയതും പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് പിസ്തയും ബദാമും പൊടിയായിട്ട് കനം കുറച്ച് അരിഞ്ഞതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വേറെ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതങ്ങനെ നെയ്ക്കകത്തിട്ട് വറുത്ത് കോരുമൊന്നും വേണ്ട. ഇതെല്ലാം കൂടി ഈ തേങ്ങയുടെ കൂട്ടത്തിൽ ഇട്ടിട്ട് ഒന്ന് ഈ നെയ്ക്കകത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇത് വറന്നു പോകരുത്. തേങ്ങ വറന്നു പോയി കഴിഞ്ഞാൽ ആ തേങ്ങ വറുത്തതിൻ്റെ ആ രുചി വ്യത്യാസം വരുമല്ലോ. ഈ പലഹാരത്തിന് അങ്ങനെ ആകാൻ പാടില്ല. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കിട്ടിയാൽ മതി. ഇത് നല്ലപോലെ അങ്ങ് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ തേങ്ങ എടുത്തിട്ടുള്ള വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. ആ പാനിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അതങ്ങ് അതിൻ്റെ രുചിയൊക്കെ അങ്ങ് വ്യത്യാസം വരും കേട്ടോ. തേങ്ങ വറുത്തങ്ങ് പോകുവേ. എന്നിട്ട് അതങ്ങ് മാറ്റി വെച്ചിട്ട് ഒരു കുഴിയുള്ള പാത്രത്തിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഗോതമ്പ് പൊടിക്ക് പകരം മൈദയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇത് നമുക്കൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. പക്ഷേ ആദ്യമേ ഇങ്ങനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക, എന്നാലല്ലേ മുട്ട പെട്ടെന്ന് നല്ലപോലെ ഒന്ന് ഉടഞ്ഞു കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ഇളക്കി മുട്ടയുടെ ഉണ്ണിയൊക്കെ നല്ലപോലെ ഉടഞ്ഞു കഴിയുമ്പോഴുണ്ടല്ലോ ഒരു ഇത്തിരി പാല് ചേർത്ത് കൊടുക്കുക. നമുക്ക് നല്ല വെള്ളം പോലെ നല്ല ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ആയി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേശ്ശെയായിട്ട് പാൽ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കുക. എന്നിട്ട് പിന്നെയും കട്ടിയായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇളക്കാവുന്നതാണ്. ഞാനങ്ങനെ കുറേശ്ശെ പാൽ ഒഴിച്ച് കൊടുത്തിട്ടാണ് ഇളക്കിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇച്ചിരി പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ലൂസായിട്ട് കിട്ടണം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ. കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കുക നല്ലപോലെ. അങ്ങനെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതാണ്ട് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം. ഇങ്ങനെ കോരിയെടുക്കുമ്പോൾ വെള്ളം പോലെ വരണം. അപ്പോൾ ആ ഒരു പരുവം ആയി കഴിയുമ്പോൾ നമുക്ക് നിർത്താം കേട്ടോ. എന്നിട്ട് നമുക്ക് അടുത്ത പണിയിലേക്ക് കിടക്കാം. ഇനി നമ്മൾ ഈ പലഹാരം ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതുണ്ടാക്കുന്നത് നമ്മൾ നേരത്തെ ഏത്തപ്പഴം മുറിക്കുകയും തേങ്ങ ചൂടാക്കി എടുക്കുകയൊക്കെ ചെയ്ത ആ ഒരു പാനുണ്ടല്ലോ, അതിനകത്ത് തന്നെയാണ്. ഇതുപോലെ ഒരു ഇത്തിരി കുഴിയുള്ള എന്നാൽ പരന്നിരിക്കുന്നതായിട്ടുള്ള ഒരു പാൻ വേണം ഇതിനായിട്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഇത്തിരി കൂടുതൽ വേണം കേട്ടോ ഇതുണ്ടാക്കാനായിട്ട്. അപ്പോൾ ആ നെയ്യ് ചൂടായി കഴിഞ്ഞപ്പം ഇതൊന്ന് ചുറ്റിച്ചതിന് ശേഷം ഈ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഉണ്ടല്ലോ, അത് ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഓരോന്ന് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പകുതി എണ്ണം ഞാൻ ഇപ്പം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ നെയ്യ് ചൂടായതിൻ്റെ മേലെ ഈ പാനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് മുട്ടിച്ച് വേണം വെക്കാനായിട്ട്. ഇടയ്ക്ക് പരമാവധി വിടവൊന്നും ഇല്ലാതെ മുട്ടിച്ച് വേണം വെക്കാനായിട്ട്. എന്നിട്ട് അതങ്ങനെ നിരത്തി വെച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ മാവുണ്ടല്ലോ, അത് ഇതിൻ്റെ മേലേക്കായിട്ട്
അങ്ങ് കോരി ഇതുമാതിരി ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു സ്പൂൺ വെച്ചിട്ട്. ഇതിൻ്റെ ഇടയ്ക്കോടെയൊക്കെ വിടവ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ വിടവിക്കൂടെയൊക്കെ നികക്കാനായിട്ട് ഈ മാവ് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ഇതിൻ്റെ മേലെ ഇതാണ്ട് ഇതുമാതിരി മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ തേങ്ങയുടെയും ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങ് വിതറിയിട്ട് കൊടുക്കുക. ആ മിക്സ് മുഴുവനായിട്ടും ഇതിലേക്ക് വിതറിയിട്ട് കൊടുക്കണം കേട്ടോ. ഇനി ബാക്കി വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ തേങ്ങയുടെ മിക്സ് എല്ലാ സൈഡിലും, ഈ പാനിലെ എല്ലാ സൈഡിലും ഏകദേശം ഒരേ ലെവലിൽ എത്തത്തക്ക രീതിയിൽ വേണം വിതറിയിട്ട് കൊടുക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ബാക്കി ഏത്തപ്പഴം ഉണ്ടല്ലോ, അത് ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. നേരത്തെ നമ്മൾ തുടക്കത്തിൽ ഏത്തപ്പഴം നിരത്തി അങ്ങ് വെച്ച് കൊടുത്തില്ലായിരുന്നു, അധികം വിടവൊന്നും ഇല്ലാതെ. അതുപോലെ തന്നെ വേണം വെക്കാനായിട്ട്. അന്നേരം ഞാൻ പറഞ്ഞില്ലായിരുന്നു പകുതി എണ്ണം ആദ്യം വെച്ച് കൊടുക്കണം. അപ്പോൾ ബാക്കി പകുതി ഇതിലും അവസാനം വെച്ച് കഴിയുമ്പോഴേക്കും ദാണ്ട് പെർഫെക്റ്റ് ആയിട്ട് അങ്ങ് ഇരുന്നോളും. അതുപോലെ തന്നെ മാവ് ഒഴിക്കേണ്ടതാണെങ്കിലും പകുതി മാവ് ആദ്യമേ വെച്ച ആ ലെയർ ഏത്തപ്പഴത്തിൻ്റെ മേലെ ഒഴിക്കുക, ബാക്കി മാവ് ദാണ്ട് ഈ അവസാനം വെച്ചിരിക്കുന്ന ഏത്തപ്പഴത്തിൻ്റെ മേലെ ഒഴിക്കുക. അതായത് അവസാനം ഒഴിച്ചു കഴിയുമ്പം ഈ സൈഡിൽ കൂടെ അങ്ങ് ഒഴിക്കുക ആദ്യമേ, എന്നിട്ട് ഇടയ്ക്കോടെ വിടവൊക്കെ ഉണ്ടെങ്കിൽ അതിലൂടെ ഒഴിച്ച് പിന്നെ ബാക്കിയുണ്ടെങ്കിൽ അത് ഈ ഏത്തപ്പഴത്തിൻ്റെ മേലേക്കൂടെയൊക്കെ അങ്ങ് ഒഴിച്ചങ്ങ് തീർക്കുക. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ തന്നെ ആയണം കേട്ടോ ഈ സമയത്തൊക്കെയും സ്റ്റൗവിൻ്റെ തീയെ. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് നേരത്തേന് കുക്ക് ചെയ്തെടുക്കുക. അതിന് ശേഷം തുറന്നിട്ട് ഇതൊന്ന് മറച്ചിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദാണ്ട് ഞാൻ ചെയ്യുന്ന കണ്ടോ, ഈ സ്പാറ്റില വെച്ചിട്ട് സൈഡൊന്നിങ്ങനെ അങ്ങ് വിടുവിച്ച് കൊടുക്കുക. അവിടെ ഒട്ടി പിടിച്ചിട്ടൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെ വിടുവിച്ചതിന് ശേഷം ദാ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിലേക്ക് ഇങ്ങ് കമത്തി ഇടുകയാണ് കേട്ടോ. ദാ ഒരു സൈഡ് മൊരിഞ്ഞ് നല്ലപോലെ അങ്ങ് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ ദാണ്ട് ഈ പാനിൽ അതിൻ്റെ ഇച്ചിരി കരിഞ്ഞ് പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്ന് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമുക്കൊന്ന് തുടച്ച് കളയണം. എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ട് അതൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മറച്ച് വെച്ചിട്ടിരിക്കുന്ന ആ പലഹാരം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് നിരക്കി അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ സൈഡും നമുക്ക് മൂടി വെച്ച ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒരു 3-4 മിനിറ്റ് നേരത്തേന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് ശേഷം മൂടി മാറ്റി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് നേരത്തെ ഒരു പ്ലേറ്റിലേക്ക് കമത്തിയിട്ടില്ലേ, അതുപോലെ തന്നെ പ്ലേറ്റിലേക്ക് കമത്തിയിട്ട് കൊടുക്കാം. നല്ല പോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് മുറിച്ച് നമുക്ക് എടുക്കാം. ഉള്ളിലെ തേങ്ങയും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. മുകളിൽ പുറമേ ആണെന്നുണ്ടെങ്കിൽ ഏത്തപ്പഴവും ഒക്കെ ആയിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെടും. ഇനി അവധിക്കാലമൊക്കെ അല്ലേ വരാൻ പോണേ, അപ്പോൾ അവർക്ക് ഇങ്ങനെ കയറി ഇറങ്ങിയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ. അപ്പോൾ ഇങ്ങനത്തെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ ആക്കി കൊടുക്കുവാണെങ്കിലും അവർക്കും നല്ലതാണ്. പിന്നെ നമ്മൾക്കും ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെടും. ചായക്ക് കടിയായിട്ടും ഒക്കെ കൂട്ടാം. അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്നുണ്ടാക്കി നോക്കുക. ഏത്തപ്പഴം നല്ലാതെ പഴുത്തു പോയ ഏത്തപ്പഴമോ അല്ലെങ്കിൽ പഴുപ്പ് ശരിക്കങ്ങ് പഴുക്കാത്ത ഏത്തപ്പഴം അങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. ബൈ.